ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രകൃതിയുടെ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളം തന്നെയാണ്. തിരിച്ച് നാട്ടിൽ നിന്ന് കൊല്ലത്തോട്ട് വരുമ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത് എന്ന് നോക്കൂ. എൻ്റെ ഷോർട്ടിലൊരു കവിത ചൊല്ലിയിട്ടുണ്ട്. വരും തലമുറയ്ക്ക് മലിനമായിട്ടുള്ള ഭൂമിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്, അതുപോലെ മലിനമായ ജലാശയങ്ങളാണ് നമ്മൾ ബാക്കി വയ്ക്കുന്നത്. ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. എത്രയോ പ്രകൃതി രമണീയമായിട്ടാണ് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ആർത്തിക്കും അത്യാർത്തിക്കും വേണ്ടിയിട്ട് മനുഷ്യൻ അതിനെ ദുരുപയോഗം ചെയ്യുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും മനോഹാരിതയും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരുപാട് കൂടിയാലോചനകൾക്കും ഒരുപാട് പ്ലാനിങ്ങുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ ഒത്തിരി സൗന്ദര്യത്തോടു കൂടി തന്നെ നിലനിർത്താൻ കഴിയും. ഒരുപാട് സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തെ വിദേശികളും ഒക്കെ വിളിക്കുന്നത്. ഇതിനൊക്കെ കാരണം ഇതിൻ്റെ പ്രകൃതിദത്തമായ സൗന്ദര്യമാണ്. പക്ഷേ ഓരോ കേരളീയർക്കും ആ പ്രകൃതിദത്തമായ സൗന്ദര്യത്തെ നിലനിർത്തി കൊണ്ടുപോകാനും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനുള്ള സമയമില്ല. നാളെ വയലെന്താണെന്നും നെൽകൃഷി എന്താണെന്നും ഒക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വീഡിയോ വഴി പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടും കാർഷിക വൃത്തിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് ചെയ്യുന്നതൊക്കെ തൻ്റെ അച്ഛനും അമ്മയും ഒരു കർഷകരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കൃഷിക്കാരാണ് അല്ലെങ്കിൽ കർഷകനാണ് എന്ന് പറയുന്നത് പോലും അപമാനവും ഒരു കുറച്ചിലായിട്ട് കാണുന്നവരുമാണ് ഞാനടക്കം നമ്മൾ പലരും ഉള്ളത്. പക്ഷേ ഓരോ കർഷകൻ്റെയും അധ്വാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്ക് ആർക്കുമില്ല. എത്ര ആസ്വദിച്ചാലും നമ്മൾക്ക് ഇതുപോലെ ഒരു ഫീൽ നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. കാരണം ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ്. ഈ ഒരു ഫീൽ എന്ന് പറയുന്നത് എവിടുന്നും പൈസ കൊടുത്താൽ പോലും നമുക്ക് വാങ്ങാൻ കിട്ടില്ല. എവിടെ ടൂറ് പോയാലും എവിടെ കാഴ്ചകൾ കാണാൻ പോയാലും നമുക്ക് കാണാനോ അത് അനുഭവിക്കാനോ സാധ്യമല്ല. ഇതിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് യാത്ര കൊല്ലത്തെത്തിയതും ഇരുട്ടായപ്പോഴുമാണ് നമ്മൾക്ക് കാഴ്ചകൾ മങ്ങി തുടങ്ങിയത്. സൗന്ദര്യത്തിൻ്റെ കാഴ്ചകൾ അത്രയും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ യാത്ര സമ്മാനിച്ചത്. ഏതായാലും നിങ്ങളൊക്കെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.